എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമുക്കിഷ്ടമെന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. നമ്മുടെ ആദിയെ കൂട്ടാൻ വേണ്ടി മഹേഷ് സ്കൂളിൽ ചെന്നിരിക്കുകയാണ്. അപ്പോൾ മഹേഷിൻ്റെ കൂടെ ആദി വരാൻ തയ്യാറാകുന്നില്ല. അപ്പം ആദിയുടെ ഫ്രണ്ട്സ് എല്ലാവരും പറയുന്നു, നീ ചിപ്പിക്ക് കൊടുത്ത വാക്കല്ല, നീ എന്തായാലും പോകുക, ആരായാലും എന്താ കൂട്ടാൻ വന്നത്, നീ എന്തായാലും പോകണമെന്ന് പറയാം. അങ്ങനെ ആദ്യം കൊണ്ട് മഹേഷ് പോവുകയാണ്. അപ്പം മഹേഷിൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷമാകുന്നു. ഇഷിത ഇങ്ങനെയൊക്കെ ചെയ്തത് ഞാനും മക്കളും ഒരുമിച്ച് വരട്ടെ എന്ന് വിചാരിച്ച് തന്നെയാണെന്ന് പറഞ്ഞ് ഇഷിത ഐ ലവ് യു എന്നൊക്കെ മനസ്സിലിങ്ങനെ പറയും. അങ്ങനെ വഴിയിലെത്തിയപ്പോൾ ഐസ്ക്രീം വാങ്ങാൻ ഇറങ്ങുന്നു. ഇങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങി കൊടുക്കുന്നു. പക്ഷേ ആദ്യം കഴിക്കുന്നൊന്നുമില്ല. അപ്പോൾ ചിപ്പി പറയും വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് പറയും. അങ്ങനെ വീട്ടിലാണെങ്കിൽ ആദ്യം വരുന്നതിൻ്റെ ഒരുക്കങ്ങളാണ്. അതിൻ്റെ ഇടയിൽ സ്വപ്നവല്ലിയും പ്രിയാമണിയും നല്ലൊരു ഉടക്കൊക്കെ ഉണ്ടാകുന്നു. പ്രിയാമണി നന്നായിട്ട് എന്താ പറയുക, കൈലാസിനെ പറ്റി നല്ല ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ ശേഷം നമ്മുടെ സ്വപ്നവല്ലി അകത്തി എന്നിട്ട് ഇഷിതയാണെങ്കിൽ ആദ്യം വരുന്നതുകൊണ്ട് ഫുഡൊക്കെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വയ്ക്കുകയാണ്. എൻ്റെ മോനിപ്പം വരുന്നു പറയുന്നത്. അപ്പോഴാണ് കോളിംഗ് ബെല്ലടിക്കുന്നത്. കോളിംഗ് ബെല്ലടിക്കുമ്പോഴത്തേനും ഓടി ചെല്ലുമ്പോഴത്തേനും ആദ്യമാണ് അങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നു. എൻ്റെ മകൻ ഇങ്ങനെ വന്നല്ലോ, ഞങ്ങളെ കാണാൻ തോന്നിയല്ലോ എന്നുള്ള കാര്യമൊക്കെ പറയുന്നു. ഇനി ഇടയ്ക്കിടയ്ക്ക് വരണം എന്ന് പറയുന്നു. അപ്പോൾ ആദ്യം പറയുന്നു അമ്മ വിടത്തില്ല എന്നുള്ള കാര്യമൊക്കെ പറയുന്നു. അപ്പോൾ നിനക്ക് മഹേഷിനെ ഇപ്പോഴും ഇഷ്ടമല്ല എന്ന് സ്വപ്നവല്ലി ചോദിക്കുന്നു. അപ്പോൾ അവൻ്റെ മുഖത്ത് ദേഷ്യം വരുന്നു. അപ്പോൾ മഹേഷ് പറയുന്നു അമ്മ എന്തിനാ ഇപ്പോൾ അതൊക്കെ ചോദിക്കുന്നു എന്ന് ചോദിക്കുന്നു. ഇതേ സമയത്താണെങ്കിൽ രചന ആകാശിനോട് പറയണം ആദ്യം ഇതുവരെ വന്നിട്ടില്ല, എന്താ പറ്റിയെന്ന് അറിയത്തില്ലല്ലോ, അവനെവിടെ പോയതായിരിക്കും എന്ന് പറയുന്നു. അപ്പം ആകാശ് പറയുന്നു നീ വേറെ ഒന്നും ചിന്തിക്കേണ്ട, അവനെ ഇഷിത തട്ടിക്കൊണ്ട് പോയി എന്ന് തന്നെ പറയുകയാണ്. അപ്പോൾ പറയാം ആകാശ് എന്തൊക്കെയാണ് പറയുന്നത്, എൻ്റെ മോൻ അങ്ങനെയൊന്നും പോകത്തില്ല, അത് രചനയുടെ മകനാണെന്നൊക്കെ പറയാം. അങ്ങനെ രചനയോട് പറയുന്നു ഈ സ്കൂൾ ബസ്സിലേക്ക് വിളിക്കുക. അങ്ങനെ ബസ്സിലേക്ക് വിളിക്കുമ്പോൾ ബസ്സിൽ കയറിയിട്ടില്ല എന്ന് പറയും. അപ്പോൾ രചന പറയും അവന് ബസ് മിസ്സായിരിക്കും, ആകാശ് ഒരു കാര്യം ചെയ്യും വണ്ടി എടുക്ക്, നമുക്ക് സ്കൂളിലേക്ക് പോകാമെന്ന് പറയും. അങ്ങനെ അവർ സ്കൂളിലേക്ക് പോവുകയാണ്. ഇതേ സമയത്താണെങ്കിൽ ആദിക്ക് ചായയൊക്കെ കൊടുത്തതിന് ശേഷം നമ്മുടെ ചിപ്പിമോളാണെങ്കിൽ ഇഷിതയും കൂട്ടി അടുത്തേക്ക് ഇതാണ് എൻ്റെ അമ്മയെന്ന് പറയും. അങ്ങനെ അമ്മ ഇഷിതയെ കണ്ട ഉടനെ പെട്ടെന്ന് ആദിക്ക് പഴയ പോലെ തലയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് വരുന്നു. അങ്ങനെ അവൻ തല കറങ്ങി വീഴുന്നു. പിന്നെ ഇഷിത പരിശോധിക്കുന്നു. അങ്ങനെ എല്ലാം നോക്കിയിട്ട് ഇഞ്ചക്ഷനൊക്കെ കൊടുക്കുന്നു. അപ്പം മഹേഷിനോട് പറയുന്നത് വേറൊന്നുമല്ല, അവന് എൻ്റെ 2 മുഖങ്ങൾ കണ്ടിട്ടുണ്ട്, പെട്ടെന്ന് എന്നെ കണ്ടപ്പോഴാണ് അവൻ ഇതായത്, അത് കുറച്ച് അവൻ പതുക്കെ ഉണരും, ഒന്നെങ്കിൽ എന്നോടുള്ള ഇഷ്ടം അവന് കൂടും എന്നുള്ള രീതിയിലൊക്കെ ഇഷിത പറയാം. അങ്ങനെ ഇഞ്ചക്ഷൻ വെച്ച് കടത്തുകയാണ്. അങ്ങനെ ഇഷിത അടുത്തിരുന്ന് അവനെ ശുശ്രൂഷിക്കുകയാണ്. അതാണ് ഇന്നത്തെ എപ്പിസോഡ്. നാളത്തെ എപ്പിസോഡിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യം പതുക്കെ ഉണരുകയാണ്. അപ്പോൾ ഇഷിത അടുത്തിരിക്കുന്നു. അപ്പോൾ ഇഷിതയോട് ചോദിക്കുന്നു മറ്റേ ഡോക്ടറല്ലേ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഇഷിതയുടെ കൈയൊക്കെ പിടിച്ച് ഒരു സ്നേഹപ്രകടനമാണ് ആദിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അങ്ങനെ അവർ ഫുഡൊക്കെ കഴിക്കുന്നു. ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന്. ഇതേ സമയത്ത് രചനയാണ് പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പോയിട്ട് തട്ടി കയറുന്നു. അപ്പോൾ പ്രിൻസിപ്പളോട് പറയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതല്ലേ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നു. അങ്ങനെ അതിനുശേഷം നമ്മുടെ രചന നേരെ 101ലേക്ക് പോവുകയാണ്. അങ്ങനെ 101 പോയി ഡോറ് തുറക്കുന്ന സമയത്ത് തന്നെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. അങ്ങനെ ആദ്യനെ വഴക്ക് പറയുന്നു, അവിടെയുള്ളവരോടൊക്കെ നല്ലോണം തട്ടിക്കയറുന്നു. എന്നിട്ട് പറയുന്നു നിനക്കെതിരെ ഞാൻ കേസ് കൊടുക്കും എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ അതാണ്. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ ബൈ, താങ്ക് യു.